നാഷണൽ ഹെറാൾഡുമായി ബന്ധപ്പെട്ട കള്ളപ്പണ കേസിൽ കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർക്ക് എതിരെ കുറ്റപത്രം സമർപ്പിച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കോൺഗ്രസ് നേതാക്കളായ സാംപി തോദ്ര, സുമൻ ദുബെ എന്നിവരും പ്രതിപട്ടികയിലുണ്ട്. ഈ മാസം 9-ന് സമർപ്പിച്ച കുറ്റപത്രം പരിശോധിച്ച പ്രത്യേക ജഡ്ജി വിശാൽ ഗോഖ്നെ കേസിൽ 25-ന് വാദം കേൾക്കാനായി മാറ്റി. ഇ.ഡി. അഭിഭാഷകനും അന്വേഷണ ഉദ്യോഗസ്ഥനും കേസ് ഡയറികൾ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ അന്നേ ദിവസം ഹാജരാക്കുന്നത് ഉറപ്പുവരുത്തണമെന്നും കോടതി ഉത്തരവിൽ വ്യക്തമാക്കി. പ്രതിപട്ടികയിൽ 1ഉം 2ഉം സ്ഥാനത്താണ് സോണിയും രാഹുലും. കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള അസോസിയേറ്റഡ് ജേർണൽ ലിമിറ്റഡിന്റെ 661 കോടി രൂപയുടെ സ്ഥിര ആസ്തികൾ കണ്ടുകെട്ടാൻ നടപടികൾ ആരംഭിച്ചതായി ഏപ്രിൽ 12-ന് ഇ.ഡി. അറിയിപ്പ് പുറപ്പെടുവിച്ചിരുന്നു. AJL കമ്പനിയുടെ ഓഹരികളുടെ 75%വും സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും കൈവശമാണുള്ളത്. ഡൽഹിയുടെ കണ്ണായ ITOയിലെ ഹെറാൾഡ് ഹൌസ്, മുംബൈ ബാന്ദ്ര, ലക്നൌവിലെ വിശ്വേശ്വർ നാഥ് റോഡിലെ AJL കെട്ടിടങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ജവഹർലാൽ നെഹ്റു 1937 സ്ഥാപിച്ച നാഷണൽ ഹെറാൾഡ് പത്രം പ്രസിദ്ധീകരിച്ചിരുന്ന AJL യങ് ഇന്ത്യൻ ലിമിറ്റഡ് ഏറ്റെടുത്തതിൽ സാമ്പത്തിക ക്രമക്കേടും ഫണ്ട് ദുരുപയോഗവും നടന്നതായാണ് കേസ്. 90 കോടി രൂപയുടെ കടബാധ്യത ഉണ്ടായതോടെ 2008-ൽ നാഷണൽ ഹെറാൾഡ് പത്രം അടച്ചുപൂട്ടിയിരുന്നു. 2010-ൽ സോണിയയും രാഹുലും ചേർന്ന് യങ് ഇന്ത്യൻ എന്ന കമ്പനി തുടങ്ങുകയും 50 ലക്ഷം രൂപയ്ക്ക് AJLനെ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. ഈ ഇടപാടിനെതിരെ 2014-ൽ സുബ്രഹ്മണ്യൻ സ്വാമി നൽകിയ പരാതിയെ തുടർന്നാണ് ഇ.ഡി. നാഷണൽ ഹെറാൾഡ് കേസിൽ അന്വേഷണം ആരംഭിക്കുന്നത്. ഇതിനിടെ ഹരിയാനയിലെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട മറ്റൊരു കള്ളപ്പണ കേസിൽ കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്രയെ ഇന്നലെ ചോദ്യം ചെയ്തു. ഏപ്രിൽ 8-ന് ഹാജരാകാൻ ഇ.ഡി. ആവശ്യപ്പെട്ടെങ്കിലും എത്താതിരുന്നതോടെ ഇ.ഡി. പുതിയ നോട്ടീസ് നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇന്നലെ ഇ.ഡിക്ക് മുന്നിൽ ഹാജരായത്. റോബർട്ട് വാദ്ര ഡയറക്ടറായിരുന്ന സലൈറ്റ് ഹോസ്പിറ്റാലിറ്റി ഹരിയാനയിലെ ഗുരുഗ്രാമിൽ 3.5 ഏക്കർ ഭൂമി 7.5 കോടി രൂപയ്ക്ക് വാങ്ങിയിരുന്നു. ഓങ്കാരേശ്വർ പ്രോപ്പർട്ടീസിന്റെ പകൽ നിന്നുമായിരുന്നു ഭൂമി വാങ്ങിയത്. 4 വർഷങ്ങൾക്ക് ശേഷം അപ്പാർട്ട്മെന്റ് നിർമ്മിക്കാനായി ഈ ഭൂമി DLFന് 58 കോടി രൂപയ്ക്ക് വിറ്റു. ഇതുമായി ബന്ധപ്പെട്ടാണ് കേസ്. 20 വർഷം മുമ്പുള്ള കേസിൽ തന്നെ ഇപ്പോഴും വേട്ടയാടുന്നത് രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമാണെന്ന് വാദ്ര മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അന്വേഷണ ഏജൻസിയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ താൻ മണിക്കൂറുകൾ ചെലവഴിച്ചുവെന്നും 1000 കണക്കിന് പേജുകളുള്ള രേഖകൾ സമർപ്പിച്ചിട്ടുണ്ടെന്നും വാദ്ര പറഞ്ഞു.